ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അപ്പോൾ ചിങ്ങമാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് ഓണം സീസൺ വരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് ഫെസ്റ്റിവൽസ് വരുന്നുണ്ട് അല്ലേ. അപ്പം എല്ലാവരും ആ ഒരു ജോയ്ഫുൾ മൂഡിലേക്കൊക്കെ ആയിരിക്കും. കുറേ പേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ടൈമാണ് ഓണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ട്രൂ നീറ്റ് ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും നല്ല പേസിൽ പോവേണ്ട സമയം കൂടിയാണ് ഇത്. കാരണം നമ്മളിപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സിലബസ് ഓൾമോസ്റ്റ് മിഡിലെത്തും. ആൻഡ് ബൈ നവംബർ വി വിൽ ഫിനിഷ് യുവർ സിലബസ്. അതിനുശേഷം നമ്മൾ റിവിഷൻസിലേക്കൊക്കെ കടക്കുകയാണ് ചെയ്യുക. ഐ മീൻ ആസ് പെർ ആർ അക്കാഡമിക് പ്ലാൻ. അപ്പോൾ നമ്മൾ നല്ല ഇതുവരെ ഓക്കെ ചെയ്തൊന്നും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ചത് ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാനും നമ്മളുടെ റുട്ടീനൊക്കെ ഒന്ന് മാറ്റി പുതിയൊരു സ്റ്റഡി ടൈം ടേബിളൊക്കെ സെറ്റാക്കി നമ്മൾ പെൻഡിങ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് പോകേണ്ട സമയം കൂടിയാണ്. അപ്പം മക്കൾ പറയാനുള്ളത്, ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടാതെ പോകുന്നു എന്ന് കുറേ പേര് പറയുന്ന ഒരു കാര്യമാണ് NCERT റെഫർ ചെയ്യാന്നുള്ളത്. കാരണം നിങ്ങൾക്കറിയാം നീറ്റിൽ ക്വസ്റ്റ്യൻസ് വരിക 99% ഈസ് ഫ്രം NCERT. പക്ഷേ 1 or 2 വെരി റെയർലി ഓൾസോ ഹാവ് കം ഫ്രം ഔട്ട്സൈഡ് ഓഫ് NCERT. പക്ഷേ NCERT റെഫർ ചെയ്യുക എന്നുള്ളത്, അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഒരു റെഗുലർ റീഡിംഗ് NCERT ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നീറ്റ് 2025 വന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെൽ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. Which one of the following statement refers to reductionist biology? ഓപ്ഷൻ 4 ഓപ്ഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ചാപ്റ്റർ കണ്ടപ്പോൾ, ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് നീറ്റ് 2025 കഴിഞ്ഞ് വന്ന് സ്ക്രീൻഷോട്ടൊക്കെ അയച്ച് മെസ്സേജൊക്കെ അയച്ച് കുറേ പേര് ചോദിച്ചിരുന്നു, മിസ് ഇത് എവിടെയാണ് ഈ ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എവിടെയാണുള്ളത്? സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നാണെന്ന് കുറേ പേര് പറയുന്നു. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് നമ്മൾ പഠിക്കുമ്പോൾ സാധാരണയെങ്കിൽ നമ്മൾ NCERT എടുക്കുന്നു, സെല്ല് സ്റ്റാർട്ട് ചെയ്യുന്നു, വാട്ട് ഈസ് എ സെൽ, സെൽ തിയറി, അങ്ങനെ പോവാണ് അല്ലേ, പ്രോകാരിയോട്ടിക് സെൽ, യൂകാരിയോട്ടിക് സെൽ. പക്ഷെ നമുക്കറിയാം, നമ്മൾ NCERT എടുത്ത് വായിച്ചു നോക്കുമ്പം അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ യൂണിറ്റ് 3 സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസിൽ പറയുന്നുണ്ട് ഒരു ഫസ്റ്റ് പാരഗ്രാഫ്, ഇൻട്രോഡക്ടറി പാരഗ്രാഫ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഇൻട്രോഡക്ടറി പാർട്ട് എടുക്കുമ്പോൾ അതിലൊരു സെക്കൻഡ് ലാസ്റ്റ് സെന്റൻസ് പറയുന്നുണ്ട്, ദിസ് ഫിസിയോകെമിക്കൽ അപ്രോച്ച് ടു സ്റ്റഡി ആൻഡ് അണ്ടർസ്റ്റാൻഡ് ലിവിങ് ഓർഗാനിസംസ് ഇസ് കോൾഡ് റിഡക്ഷനിസ്റ്റ് ബയോളജി. അതായത് സെൽസിനെ കുറിച്ചുള്ള സ്റ്റഡിയും ലിവിങ് ഓർഗാനിസത്തിന്റെ ഫംഗ്ഷനിങ്ങിനെ കുറിച്ചുള്ള സ്റ്റഡിയെ കുറിച്ചൊക്കെ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെയുള്ള ഒരു ഇൻട്രോഡക്ടറി കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് എന്താണ് ഫിസിയോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ പ്രോസസ്സ് വഴി എങ്ങനെയാണ് സെൽ തിയറി, അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് സെൽ തിയറി ഫോർമുലേറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഈ ഇൻട്രോഡക്ടറി പാർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ NCERT നന്നായിട്ട് വായിക്കണം. NCERT തറവായിട്ട് വായിച്ചു പോയ ഒരു കുട്ടിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ സർപ്രൈസ് ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ അതിനുശേഷം GN രാമചന്ദ്രൻ എന്നെ കുറിച്ചിട്ട് ഒരു വലിയ പാരഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ NCERTയുടെ ഓരോ പാർട്ടിലും നമ്മൾ നോക്കുമ്പോൾ കാണാം, ഓരോ സെല്ല് സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ, ഫിസിയോളജി സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ, അനാറ്റമി സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ ഒക്കെ, മോർഫോളജി സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു ഇൻട്രോഡക്ടറി പാരഗ്രാഫ്സ് ഉണ്ടാകും. എമിനൻറ്റ് സയൻറ്റിസ്റ്റുകളെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻസ് ഉണ്ടാകും, അവരുടെ ഫൈൻഡിങ്സിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മിസ്സേ അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കണോ, ഇതൊക്കെ നമ്മൾ വായിക്കണോ? വായിക്കണം. ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ബി ഇൻ 2026. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് മക്കൾ എല്ലാം ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ ഓരോ ചാപ്റ്ററിൻ്റെയും സമ്മറി പാർട്ടിൽ നിന്നും ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സമ്മറി പാർട്ട് വായിക്കുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നൗ കമ്പയർ ടു ദ പ്രീവിയസ് ഇയർ NCERT, ഈ വർഷം NCERTയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ചില കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എടുക്കുകയാണെങ്കിൽ അതിൽ ഓവർവ്യൂ ഓഫ് ദ സെല്ലിൽ ഓൾഡ് NCERTയിൽ പറയുന്നത് സൈറ്റോപ്ലാസം ഇസ് ദ ഫ്ലൂയിഡ് മാട്രിക്സ് ഓഫ് ദ സെൽ എന്നാണ്. ഇത് ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒന്നും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷേ പുതിയ NCERTയിൽ പറയുന്നത് സൈറ്റോപ്ലാസം ഈസ് എ സെമി ഫ്ലൂയിഡ് മാട്രിക്സ്. പ്രോകാരിയോട്ടിക് സെല്ലിന് അവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് എ മെയിൻ അറീന ഓഫ് ഓൾ ദ സെല്ലുലാർ ആക്ടിവിറ്റീസ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിലാണെങ്കിൽ നമുക്കറിയാം, പഴയ NCERTയിൽ 2H+ അയൺ ആയിരുന്നു നമ്മുടെ ATPase പാസ് ചെയ്യുന്നത് ടു ഫോം 1 ATP. പക്ഷെ പുതിയ NCERTയിൽ അത് അവർ നമ്മുടെ ടെക്സ്റ്റിലും അതേപോലെ തന്നെ ഡയഗ്രത്തിലും 4H+ മാറ്റിയിട്ടുണ്ട്. 4H+ അയൺ ടു ഫോം 1 ATP കേട്ടോ. ഒരു സമയം ATPase പാസ് ചെയ്ത് പോകുന്നത് 4H+ അയൺ ആണ്. പിന്നെ കെമിക്കൽ കോർഡിനേഷൻ ചാപ്റ്ററിൽ പഴയ NCERTയിൽ പിന്നെ നമ്മുടെ കിഡ്നിയിൽ അഡ്രിനൽ ഗ്ലാൻഡിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് 1 at ആൻറ്റീരിയർ പാർട്ട് ഓഫ് ഈച്ച് കിഡ്നി എന്നാണ് പറയുന്നത് ഓൾഡ് NCERTയിൽ. പക്ഷേ ന്യൂ NCERTയിലോ അഡ്രിനൽ ഗ്ലാൻഡ് ഇസ് അബവ് ഓർ സുപ്പീരിയർ ടു ദ കിഡ്നി എന്ന് അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മക്കളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റിൽ പഴയ NCERTയിൽ നമ്മുടെ സ്കള്ളിനെ കുറിച്ച് പറയുമ്പം അവിടെ ഹയേർഡ് ബോൺ ഇസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ സ്കൾ എന്നാണ് പറയുന്നത്. അത് പക്ഷേ റോങ് ആയിരുന്നു. ആൻഡ് നൗ ദേ ഹാവ് കറക്റ്റഡ് ഇറ്റ്. പുതിയ NCERTയിൽ ഹയേർഡ് ബോൺ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ സ്കൾ എന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ വരുമ്പം അവിടെ ഊജനിസിന്റെ ഒരു ഡയഗ്രം ഉണ്ട്. ആ ഡയഗ്രത്തിൽ
സെക്കൻഡറി ഊസൈറ്റിന് പകരം ഡയഗ്രത്തിൽ ഓവം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആയിട്ട് അത് ഓവം ഫോം ചെയ്യുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓവം അല്ല, സെക്കൻഡറി ഊസൈറ്റ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പം മിയോസിസ് 1 ശേഷം സെക്കൻഡറി ഊസൈറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഓവം ഫോം ചെയ്യുന്നത് മിയോസിസ് 2 ശേഷമാണ്. അപ്പോൾ ആ കറക്ഷൻ ആ ഡയഗ്രത്തിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചേഴ്സ് ആൻഡ് ദേ ഡോണ്ട് ഫോം ഓവം, ദേ ഫോം ദ സെക്കൻഡറി ഊസൈറ്റ്. അപ്പം ഈ കറക്ഷൻ ഇതൊന്ന് മക്കൾ ചെക്ക് ചെയ്യുക. ന്യൂ NCERT-യിൽ ആ കറക്ഷൻ മാറ്റി വന്നിട്ടുണ്ട്, റിവിഷൻസ് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇനി എന്തെങ്കിലും ഞാൻ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസിലൂടെ വന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. ബേസിക്കലി ഇനി അങ്ങോട്ടുള്ള സമയം ഇതുവരെ നമ്മൾ NCERT-നെ അത്ര മൈൻഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ നല്ല തറവായിട്ട് NCERT വായിക്കണം. അത് ബയോളജിയിൽ മാത്രമല്ല, ബയോളജിയിൽ കുറച്ച് എക്സ്ട്രാ NCERT റീഡിംഗ് ഉണ്ടെങ്കിൽ നല്ലത്. ഈവൻ ഫോർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി സോൾഡ് എക്സാമ്പിൾസ് നോക്കണം. ഓരോ ചാപ്റ്ററിലും നമ്മൾക്ക് ലൈൻ ബൈ ലൈനായിട്ട് NCERT-യുടെ തറവ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമാക്കണമെന്ന് ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കണം തോന്നി. ഫെസ്റ്റിവൽ സീസൺ ആണ്, മക്കളെ എൻജോയ് ചെയ്യണം, റിലാക്സ്ഡ് ആയിട്ട് പഠിക്കണം. അതിനുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം don't forget that നമ്മൾ മാത്രം ഒരു സൈഡിൽ നിന്ന് മാത്രമുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഒരിക്കലും വിജയത്തിലേക്ക് എത്താൻ പറ്റില്ല. ഇറ്റ്സ് എ കോർഡിനേറ്റഡ് എഫേർട്ട്. അപ്പം നിങ്ങളുടെ സൈഡിൽ നിന്നും സ്വയമായിട്ട് എനിക്ക് എന്നും ക്ലാസ് കഴിഞ്ഞ് എൻ്റെ ഒരു സെൽഫ് സ്റ്റഡി ടൈം ഉണ്ട്, ഞാൻ അവിടെ പഠിക്കും. ഞാൻ അന്ന് തന്നെ ലൈവ് ക്ലാസ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ആക്റ്റീവായിട്ട് ക്ലാസ്സിൽ വരിക, റെസ്പോണ്ട് ചെയ്യുക, ടീച്ചേഴ്സിനോട് ഡൗട്ട്സ് ചോദിക്കുക. പിന്നെ അന്ന് തന്നെ എക്സസൈസസ്, അന്ന് പഠിച്ച ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സസൈസസ് ചെയ്തു പോകാൻ നോക്കുക. പിന്നെ നൈറ്റിൽ തന്നെ നിങ്ങളെ ഏറ്റവും ബോധർ ടോപ്പിക്സ് ഏതാണ് അതിനെ നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക. അതിനെ ബേസ് ചെയ്ത് ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യുക. അതായത് ആദ്യത്തെ സ്റ്റഡി സ്ലോട്ടിൽ ഞാൻ അന്നത്തെ ക്ലാസ്സിൽ എന്ത് പഠിച്ചോ, ലൈവ് ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്സിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കും. അതിനുശേഷം സെക്കൻഡ് സ്റ്റഡി സ്ലോട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് പെൻഡിങ് ആയിട്ട് തോന്നുന്ന ടോപ്പിക് ഏതാണ്, ഏറ്റവും ടഫായിട്ട് എനിക്കുള്ള ടോപ്പിക് ഏതാണ്, അത് ഞാൻ പഠിക്കും. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഞാനൊരു 1 hour or 2 hour സ്റ്റഡി സ്ലോട്ടിൽ ഞാൻ പേൾ വീഡിയോസ് കാണും. സോ ഹൗഎവർ യു വാണ്ട് യു ക്യാൻ ഷെഡ്യൂൾ ദിസ് തിങ്. നിങ്ങൾക്കുള്ള സ്റ്റഡി ടൈം ടേബിളൊക്കെ ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. വിഷിംഗ് യു ഓൾ ഗുഡ് ലക്ക്. Thank you.